നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ ജോലിക്ക് പോയി അന്തസ്സായിട്ട് ജീവിക്കാൻ മേടിച്ച ഒലയുടെ തട്ടാരമ്പല ഷോറൂമിൽ നിന്ന് മേടിച്ച വണ്ടിയാണ് ഈ കിടക്കുന്നത്. വണ്ടി സ്ഥിരമായിട്ട് അങ്ങ് കംപ്ലൈൻറ്റ് വരിക. അവർ കൃത്യമായിട്ട് ഇത് പരിഹരിച്ചു തരുന്നില്ല. പരിഹരിച്ച് തരാത്തതുകൊണ്ട് എൻ്റെ ജോലി മുടങ്ങി. ആകെയുള്ള ഒരു ജോലിയാണ്. അതുമൂലം എനിക്കിവിടെ ഫിഷ് യാചിക്കേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ അപ്പുറത്ത് ഓച്ചിറയിൽ നിന്നുള്ള ഒരു ഭക്ഷണാലമാരയുണ്ട്. അവിടെ നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജീവൻ നിലനിർത്തുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ശരിക്കും അവരെന്നെ എത്തിച്ചിരിക്കുന്നത്. ഇത് എനിക്ക് മാത്രമുള്ള ഗതികേടല്ല, ഒലയെടുത്ത എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിരിക്കുക. പലരും പ്രതികരിക്കാൻ തയ്യാറാകത്തെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം, കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളിപ്പോൾ സ്വിഗ്ഗിയിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ലേ? ഞാൻ ജോലിക്ക് പോയിട്ട് ഇപ്പോൾ 6 ദിവസത്തോളമായി. ഞാൻ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇത് ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യാം, അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പം കണ്ടിന്യൂ ആയിട്ട് 6 ദിവസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതുകൂടെ എനിക്ക് പലപ്പോഴായിട്ട് ഇതിന് മുമ്പ് ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴും എനിക്ക് 2 ദിവസം വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം വണ്ടി കംപ്ലൈൻറ്റാണ്. പോകുന്ന വഴിക്കെല്ലാം വണ്ടി കംപ്ലൈൻ്റ് ആവും. എനിക്ക് കൃത്യമായിട്ട് വീട്ടിലെത്താൻ പറ്റുന്നില്ല. 1 മണിക്കൂറുമൊക്കെ വണ്ടി ഓഫായിട്ട് കിടക്കുക. അവരത് പരിഹരിച്ചു തരുന്നില്ല. എനിക്ക് പറ്റാവുന്നിടത്ത് എല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട്. പലരും പറയും കൺസ്യൂമർ കോഡ്. ഞാൻ കൺസ്യൂമർ കോഡിൽ കൊടുത്തിട്ടുണ്ട്, ഉപഭോക്തൃ കോടതി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മനുഷ്യാവകാശ കമ്മീഷൻ പലയിടത്തും ഞാൻ കൊടുത്തിട്ടുണ്ട്. യാതൊരു നടപടി വണ്ടി എടുത്തിട്ട് ഇപ്പോൾ എത്ര നാളായി? വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 1 വർഷം 6 മാസം ആകുന്നു. വാറണ്ടി അണ്ടർ വാറണ്ടിയിൽ കിടക്കേണ്ടതാണ്. അണ്ടർ വാറണ്ടി കിടക്കേണ്ട വണ്ടി പലതവണയായിട്ട് ഞാൻ കൊണ്ടുപോയി ശരിയാക്കിയതാണ്. അവരെ പരിഹരിച്ചു വരുന്നില്ല. ഇത് ഓടത്തില്ല, വണ്ടി ഓടാത്ത രീതിക്ക് ഇപ്പൊ അങ്ങനെ വെച്ചേക്കും. 1,60,000 രൂപ EMI ആണ്. അന്നേരം EMI അടച്ചു വരുമ്പോൾ പലിശ അടക്കം 2,18,000 രൂപയ്ക്ക് ഞാനിപ്പം കടക്കാരനാണ്. EMI ഞാൻ കടം മേടിച്ചാണെങ്കിലും അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി ഭയങ്കര മോശമാണ്. എനിക്കിപ്പം കടം മേടിച്ച് ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വീട് ഇവിടെ ഓച്ചിറ പ്രയാറാണല്ലേ? അപ്പൊ ഇതിന് അവരെന്നാ പറയുന്നത്? ഈ ഷോറൂമുകാര് അവര് പറയുന്നത് അവര് വണ്ടി കൊണ്ടുപോവാ ശരിയാക്കി തരാന്ന് പറയുന്നത്. പക്ഷെ ഒത്തിരി തവണ ഞാൻ കൊണ്ടുപോയി, ഇതുവരെ അവര് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഇത് കണ്ടിട്ടില്ല. ഇത് കായംകുളത്ത് ഏത് ഷോറൂമിൽ നിന്ന് എടുത്തിരിക്കുന്നത്? കായംകുളമല്ല, ഇത് തട്ടാരമ്പലത്തിലുള്ള ഷോറൂമിൽ നിന്ന് എടുത്തതാണ്. ലാസ്റ്റ് സർവീസ് ഒക്കെ ഇവിടെ അടുത്തുള്ള കുലശേഖരപുരം എന്ന് പറയുന്ന. അപ്പൊ ഇത് തട്ടാരമ്പലം ഓലയുടെ ഷോറൂമിൽ നിന്ന് ഈ വണ്ടി എടുത്തിരിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് സർവീസ് ഒക്കെ ചെയ്തിരിക്കുന്നത് കുലശേഖരപുരം സർവീസ് സെന്ററിൽ നിന്നാണ്. തട്ടാരമ്പലത്തിൽ നിന്നും എനിക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. കുലശേഖരപുരത്തു നിന്നും എനിക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. പേര് വിഷ്ണു എന്നാണ്. നമ്മുടെ വിഷ്ണു എന്ന് പറഞ്ഞ സഹോദരന് ഒരു വണ്ടി തട്ടാരമ്പലത്തു നിന്ന് ഓല ഇലക്ട്രിക്കിന്റെ ഒരു സ്കൂട്ടർ എടുത്തിട്ട് 1.5 വർഷം ആയിട്ടില്ല. പുള്ളിയുടെ ജോലി സംബന്ധമായിട്ട് എടുത്തതാണ്. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലുമാണ് ആൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഈ 1 വർഷം എടുത്തപ്പോൾ മുതൽ ഈ പ്രശ്നമാണോ? എടുത്ത് ഫെബ്രുവരി മാസം ഞാൻ വണ്ടി എടുക്കുന്നു. നവംബർ മാസം മുതൽ വണ്ടി കംപ്ലൈൻറ്റ്. 55 ദിവസം വന്ന് അവിടെ കിടന്ന്. അന്നും ഞാൻ സമരം ചെയ്തിട്ടാണ് വണ്ടി തിരിച്ചു കിട്ടിയത്. പക്ഷെ അവർ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരമല്ല. അതിലെന്തോ അവർ മിസ്റ്റേക്ക് നടത്തിയിട്ടുണ്ട്. അതുമൂലം അവർ നടത്തിയവരൊക്കെ അവിടുന്ന് പോയി. ഇപ്പം ഞാനാണ് ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. എന്തായാലും നമ്മുടെ സഹോദരൻ്റെ ഈ വീഡിയോ നമ്മുടെ ചാനൽ വഴി നമ്മൾക്ക് അത് കൊടുത്ത് അതിനൊരു പരിഹാരം ഉടൻ തന്നെ കിട്ടട്ടെ. എന്തായാലും ഇതുപോലെ പല ചാനലുകാരും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഞാനിത് കണ്ടായിരുന്നു. നമ്മുടെ സഹോദരൻ്റെ വണ്ടി ഇതാണ് KL 29X 2752 ഓല ഇലക്ട്രിക് സ്കൂട്ടർ. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലാണ്. ഈ വണ്ടി ഇവിടെ ഹൈവേയുടെ സൈഡിൽ തന്നെ പുള്ളി ഇട്ടുകൊണ്ടൊരു സത്യാഗ്രഹം പോലെ. ഇപ്പൊ എത്ര നാളായി സത്യാഗ്രഹം തുടങ്ങിയിട്ട്? 5 ദിവസമായിട്ട് പുള്ളി പുള്ളിക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ സഹായിച്ച് പുള്ളിക്ക് ചില്ലറ പൈസ കണ്ട് ഈ പാത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് സഹോദരൻ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടിട്ട് ആ കുടുംബത്തെ രക്ഷിക്കണം. വീട്ടിലാരൊക്കെ ഉണ്ട്? ഒറ്റയ്ക്കാ സംഭവം? വാടക. അപ്പൊ ഒറ്റയ്ക്കാണോ? അച്ഛനും അമ്മയൊക്കെ? മരിച്ചുപോയി. അപ്പൊ താങ്കൾ ഒറ്റയ്ക്ക് പോരാടുകയാണ് ഇവിടെ. അപ്പൊ എന്തായാലും ഇതിലൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ലഭിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തും കേട്ടോ. ഓക്കെ എന്നാ, താങ്ക് യു.